അതിക്കുട്ടൻ കൊണ്ട് കൊടുത്ത ടോയ്ക്കാർ കിട്ടിയ പിന്നെ ലോകുട്ടന്റെ കളി മൊത്തം അതും കൊണ്ടാണ്. ലേഖമ്മക്ക് ഇന്ന് പണിയുണ്ടായിട്ടാ, പക്ഷെ ആള് വളപ്പില് കാട് ഒരിക്കലും വൃത്തിയാക്കലായിട്ട് ഭയങ്കര ബിസിയിലാണ് കേട്ടോ. ഞാൻ റെഡി ആയിട്ട് എങ്ങോട്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ലോകുട്ടന് വല്ലപ്പോഴും വരുന്ന തലവേദന ഇപ്പൊ ഇടക്കിടക്കേ വരുന്നുണ്ട്. അപ്പം നല്ലൊരു ENT സ്പെഷ്യലിസ്റ്റിനെ കാണിക്കാൻ വേണ്ടിട്ട് പോവേന്നേ. ഏതായാലും ഒരു വഴിക്ക് പോകുന്നതല്ലേ, രാവിലെ തന്നെ വണ്ടിയെല്ലാം തുടച്ച് കുട്ടപ്പിയാക്കി വെച്ചിട്ടുണ്ട്. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ ഡോക്ടർ 15 മിനിറ്റ് കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ ആദ്യത്തെ ടോക്കൺ കിട്ടിയോണ്ട് ആദ്യം തന്നെ കാണിച്ച് ഇറങ്ങാൻ വേണ്ടി പറ്റി. ലോകുട്ടന് മൈഗ്രെയിന്റെ പ്രശ്നമാണെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കുറച്ച് നാൾ കണ്ടിന്യൂസ് ആയിട്ട് ഗുളിക കഴിക്കേണ്ടി വരും. പിന്നെ സമയത്തിന് ഉറങ്ങണം, ഭക്ഷണം കഴിക്കണം, വെയിലൊന്നും കൊള്ളാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിന്. പിന്നെ ലൈറ്റ് ആയിട്ട് ലോകുട്ടന് കഴിക്കാൻ വേണ്ടി വാങ്ങിച്ചു കൊടുത്തിട്ട് നമ്മ നേരെ വീട്ടിലേക്ക് വിട്ടു കേട്ടാ. വീട്ടിലേക്കല്ല, അമ്മമ്മേന്റെ അടുത്തേക്കാണ് പോയത്. അമ്മമ്മ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മ പോകുമ്പോഴത്തേനും അമ്മമ്മ ഇതാ റെഡിയായി സുന്ദരി കുട്ടിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. കുറേ പേര് നമ്മളോട് കമന്റ്സിൽ ചോദിക്കുന്നുണ്ട്, ഇത് ലേഖമ്മേരെ അമ്മയാണോ അതോ അച്ഛന്റെ അമ്മയാണോ എന്ന്. സത്യത്തിൽ രണ്ടും അല്ല കേട്ടാ. നമ്മൾക്ക് രക്തബന്ധത്തെക്കാളും വലിയൊരു സ്നേഹബന്ധം ഉണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് കിട്ടിയ നമ്മളെ അമ്മമ്മയും അമ്മയും എല്ലാം കേട്ടാ നമ്മളെ പാറൂസ്. അമ്മമ്മേനി 1-2 ദിവസം നമ്മളെ കൂടെ നിന്നിട്ടേ വീട്ടിലേക്ക് തിരിച്ചു വരുള്ളൂ. തിരിച്ചെത്തുമ്പോ രാവിലെ കാട് വയക്കാൻ തുടങ്ങിയ ആള് ഇപ്പം നോൺ സ്റ്റോപ്പായിട്ട് വൃത്തിയായിക്കൊണ്ടിരിക്കുന്ന അത്ര കേട്ടാ. അങ്ങനെ ഞാൻ പറഞ്ഞു, അമ്മേ മതിയാക്ക്, വാ നമുക്ക് വീട്ടിലേക്ക് പോവാന്ന്. കുറച്ച് വഴുതനങ്ങയെല്ലാം കിട്ടിയിട്ടുണ്ടായിനി അടുക്കളത്തോടത്തുനിന്ന്. കുറെ നാൾ അടുപ്പിച്ച് പണിയുണ്ടായതുകൊണ്ട് അമ്മക്ക് ഇങ്ങോട്ടൊന്നും വരാനേ പറ്റുന്നുണ്ടായിട്ടാ. ഇത് നമ്മളെ റംബൂട്ടാനാന്ന് കേട്ടാ. അതിനും കുറച്ച് വെള്ളം ഒഴിച്ചു. പിന്നെ ഇതാ എന്റെ അടുക്കള വശം അമ്മ കാടെല്ലാം വയക്കി വെട്ടിത്തെളിച്ച് വൃത്തിയാക്കി തന്നിട്ടുണ്ട്. അമ്മ വീട്ടിലേക്ക് എത്തുമ്പോൾ ഏകദേശം ഉച്ചക്ക് ഒരു 12 മണി ആവാനായിട്ടുണ്ടായിനി. പിന്നെ ഞാൻ ഇന്ന് രാവിലെ പുട്ടും കടലക്കറിയും ആക്കിയിട്ടുണ്ടായിനി. പിന്നെ നമ്മളെ പൂവമ്പഴവും നല്ലവണ്ണം പഴുത്തിട്ടുണ്ട്. അതെല്ലാം എടുത്തിട്ട് നേരെ വീട്ടിലേക്ക് വന്നു. അമ്മ ഇന്ന് കപ്പയാന്നാക്കിയിട്ടുണ്ടായിനി കേട്ടാ. അമ്മമ്മക്ക് കപ്പ ഭയങ്കര ഇഷ്ടമാണ്. അമ്മമ്മ കപ്പയും മീൻ പൊരിച്ചാണ് ആദ്യം തിന്നത്. എന്റെ പുട്ടും കടലക്കറിയും അത് കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞു. പിന്നെ കടലം വയക്കി ക്ഷീണിച്ചതല്ലേ, അമ്മക്ക് ഞാൻ വേഗം പുട്ടും കടലക്കറിയും വിളമ്പി കൊടുത്തു. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഉച്ചക്കത്തെ പരിപാടി.